ഇതിൻ്റെ ചിക്കൻ ബോക്സിൻ്റെ സാധനം മുഴുവൻ മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ ഓരോ സ്റ്റേജും പെർഫോം ചെയ്യാൻ തുടങ്ങി. ഓരോ സ്റ്റേജ് കഴിയുന്തോറും വേഴ്സായിട്ട് മാറാൻ തുടങ്ങി. ഏറ്റവും അവസാനത്തെ ഷോയിൽ എനിക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ബെഡ് റിഡൻ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബോസ്റ്റണിലാണ് ലാസ്റ്റ് ഷോ. അന്ന് ഡാൻസർ ഷിബു ഉണ്ട്. ഷിബു നമ്മുടെ സൃഷ്ടി കലാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ. ഇപ്പം സൃഷ്ടി ഡാൻസ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഫോർട്ട് കൊച്ചിയിൽ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. ഉഗ്ര ഉജ്ജ്വലത്തിലൂടെയൊക്കെ ഒരുപാട് ഈ ഷിബുവിൻ്റെ പിള്ളേരാണ് ഉഗ്ര ഉജ്ജ്വലത്തിലേക്ക് പെർഫോം ചെയ്യാനും അവസാനം വിന്നേഴ്സായിട്ട് ഗ്രാൻഡ് ഫിനാലയിലൊക്കെ വന്നിട്ടുള്ള പിള്ളേരാണ്. അപ്പോൾ ഷിബു ആണ് എനിക്ക് പകരം മെജീഷ്യനായിട്ട് പെർഫോം ചെയ്തത്. എന്നാൽ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പറ്റില്ല, കാരണം ഷിബു എൻ്റെ അസിസ്റ്റൻ്റാ എന്ന് വെച്ചാൽ. അപ്പോൾ എല്ലാം ഷിബുവിനറിയാം. ഷിബു ആണ് എനിക്ക് പകരം മെജീഷ്യനായിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. എന്നിട്ട് ഇതല്ല സിനിമാ കഥ. എന്നിട്ട് തണുപ്പ് സമയം തുടങ്ങി, സമ്മർ കഴിഞ്ഞ് തണുപ്പ് തുടങ്ങി. പിന്നെ എനിക്ക് എന്നെ എയർപോർട്ടിൽ കയറ്റില്ല, എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഞാൻ എയർപോർട്ടിൽ കയറി പിന്നെ മേക്കപ്പിൻ്റെ അലർജിയാണെന്ന് പറഞ്ഞു. ഓക്കെ, ആ പെണ്ണ് പറഞ്ഞു ദിസ് ഇസ് ചിക്കൻ പോക്സ്, ഇവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങണം, ഇവിടെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് മറ്റേ പകർച്ചവ്യാധികളുടെ കൂട്ടത്തിലെ ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറിയാണ്, എയർബോൺ ആണ്, എയർബോൺ ഡിസീസ് ആയതുകൊണ്ട്. പിന്നെ അവൾ അപ്പം തന്നെ ബാക്കി എല്ലാവരുടെ അടുത്തും പറഞ്ഞ് മാസ്ക് ഇട്, ഇത് ചിക്കൻ പോക്സ് ആണെന്ന്. എന്നെ ഭീകര എയർപോർട്ടിൽ നിന്ന് വെളിയിലാക്കി. അപ്പോൾ എയർപോർട്ടിൻ്റെ അവിടെ അടുത്ത് കുറച്ച് മറ്റേ ഇരുമ്പിൻ്റെ കുറച്ച് പിന്നെ കസേരകൾ ഇട്ടിട്ടുണ്ട്, ഈ സമ്മറിൽ ആൾക്കാർക്ക് ഇരിക്കാനുള്ള. ആ കസേരയിൽ വന്നു. ഫ്രാൻസ് ഏട്ടൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ പോകുന്നില്ല. ഫ്രാൻസ് ഏട്ടൻ സൗണ്ട് എഞ്ചിനീയർ, അറിയാം, എല്ലാവർക്കും അറിയാം. US ഏറ്റവും കൂടുതൽ ട്രിപ്പ് നമ്മുടെ ടെന്നീസ് നാട്ടിലെ പ്രോഗ്രാമിൽ അപ്പം ഫ്രാൻസ് ഏട്ടൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഫ്രാൻസ് ഏട്ടൻ ബിനോയ് ചേട്ടനെ വിളിച്ചു. ബിനോയ് തോമസ് എന്ന് പറയുന്ന ആൾ കോട്ടയംകാരനാണ്. പുള്ളിക്കാരൻ ന്യൂയോർക്കിൽ അന്ന് നമ്മൾ ന്യൂയോർക്കിലെ പ്രോഗ്രാമിന് സൗണ്ട് ലൈറ്റും ഒക്കെ കൊടുത്തത് ബിനോയ് ചേട്ടനാണ്. സൗണ്ട് ലൈറ്റും ഒക്കെ ചെയ്യുന്നുണ്ട് ബിനോയ് ചേട്ടൻ. അവിടെ ഈ പിന്നെ മാൻഹട്ടനിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഈ ബോസ്റ്റണിലേക്ക് ബിനോയ് ചേട്ടൻ ഈ സൗണ്ടിൻ്റെ വണ്ടി ഓടിച്ചു വന്നു. 6-7 മണിക്കൂർ വണ്ടി ഓടിച്ചു വന്നിട്ട് അപ്പോഴത്തേക്കും ഫ്രാൻസ് ഏട്ടൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എനിക്കൊരു ജാക്കറ്റ് ഉണ്ട്, എനിക്ക് തണുക്കുകയും ചെയ്യുന്നു, പനിയുണ്ട്, ന്യൂമോണിയ ആയിക്കഴിഞ്ഞാൽ തട്ടിപ്പോകുന്ന കണ്ടീഷനാണ്. മുഖം മൊത്തം ഡബിളായിട്ടിരിക്കുക. മറ്റേ ഇപ്പോഴത്തെ ഈ പപ്പുവട്ടൻ്റെ ഒക്കെ ഒരു പ്രതിമ ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ടുണ്ടോ ഈ അതേമാതിരി തലയൊക്കെ ഇത്രയുണ്ട്, എൻ്റെ ശരീരമൊക്കെ ചെറുതായി, ഒന്നും കഴിക്കാൻ വയ്യ. അങ്ങനെ ഫ്രാൻസ് ഏട്ടൻ അവിടെ പോയി ചൈനീസ് സൂപ്പ് കിട്ടും, കഞ്ഞിവെള്ളമൊന്നും കിട്ടൂലല്ലോ. ചൈനീസ് സൂപ്പ് എരിവൊന്നും ഇല്ലാതെ ഈ എയർപോർട്ടിനകത്ത് പോകും, ഈ ചൈനീസ് സൂപ്പ് വാങ്ങിക്കും. ഫ്രാൻസ് ഏട്ടൻ ഓടി വരും, തണുപ്പാ. എന്നിട്ട് ഫ്രാൻസ് ഏട്ടൻ ഒരു ജാക്കറ്റ് എനിക്ക് ഇട്ടേക്കുക. എന്നിട്ട് 6-7 മണിക്കൂർ ബോസ്റ്റൺ എയർപോർട്ടിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ഈ ബിനോയ് ചേട്ടൻ വണ്ടിയായിട്ട് വന്ന്, ഈ വണ്ടിയുടെ പ്രത്യേകത, വലിയ വണ്ടിയുടെ പ്രത്യേകത, ഇതിൻ്റെ ബാക്കിൽ ഒരാൾക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. എന്നിട്ട് അവിടെ കിടത്തി എനിക്ക് ബെഡ്ഷീറ്റൊക്കെ തന്ന് ഈ പാവം പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി. എനിക്ക് ഡിപ്രഷൻ വരാതിരിക്കാനായിട്ട് പിള്ളേരെ എൻ്റെ കൂടെ വിട്ട്, പിള്ളേർക്ക് വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിള്ളേരുടെ എൻ്റെ കൂടെ വിട്ട്, ചെറിയൊരു അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ചെറിയ മോനുണ്ട്, അവനും എൻ്റെ കൂടെ വിട്ടിരുന്നു. എനിക്ക് പേടിയായി ഇവന് വരുമോ ഇല്ലേ എന്നുള്ള കാര്യം. പക്ഷെ അവനും ചിക്കൻ ബോക്സ് വന്നില്ല. എന്നിട്ട് ഈ മനുഷ്യൻ ജൂലി ചേച്ചിയും വർക്ക് ചെയ്യുന്നുണ്ട്, ബിനോയ് ചേട്ടനും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഷിഫ്റ്റ് മാറി മാറി എടുത്തു. എന്നിട്ട് എന്നെ ടേക്ക് കെയർ ചെയ്തു. 2 പേരും കൂടെയാണ് നോക്കിയത്. എന്നിട്ട് 1 മാസം ടേക്ക് കെയർ ചെയ്തിട്ടാണ് എന്നെ അവിടെ നിന്ന് വിട്ടത്, റിലീസായത്. അപ്പോൾ പടച്ചോനാണ് അവിടെ. തീർച്ചയായിട്ടും.